إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله وبارك وسلم تسليما كثيرا كثيرا أما بعد فيا أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال الله تعالى يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب قال الله تعالى أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എൻ്റെ നഫ്സിനോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, മുത്തഖികളുടെ കൂട്ടത്തിൽ, സൂക്ഷ്മാലുക്കളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ രോഗം അനുഭവിക്കുന്ന രോഗികളുടെ രോഗങ്ങൾ ഏറ്റവും പെട്ടെന്ന് അവൻ ശിഫ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറിടം അവൻ വിശാലമാക്കുമാറാകട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം സ്വർഗീയമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, വലിയ രീതിയിലുള്ള പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയുമാണ് മുസ്ലിം ഉമ്മത്ത് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ദേശീയ തലത്തിലാകട്ടെ, അന്തർദേശീയ തലത്തിലാകട്ടെ, പ്രാദേശിക തലത്തിലാകട്ടെ, ഏത് തലങ്ങളിൽ ചെന്ന് നോക്കിയാലും അവിടങ്ങളിലൊക്കെയും വിവിധ രൂപത്തിലുള്ള സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായ വെല്ലുവിളികൾ മുസ്ലിം ഉമ്മത്ത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ നാം പരിശോധന നടത്തി കഴിഞ്ഞാൽ നാം ഏവർക്കും അറിയാകുന്നതുപോലെ ഹിന്ദുത്വ ഫാസിസ്റ്റ് ശക്തികൾ അവരേറ്റവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഉള്ളത്. അവർ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ദീർഘകാലമായി അവരുടെ പദ്ധതികളിലുണ്ടായിരുന്ന പല പദ്ധതികളും അത് ഓരോന്നോരോന്നായി പൂർത്തീകരിച്ചുകൊണ്ട് അവർ അവരുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്ത് വിശ്വാസികളുടെ ഭവനങ്ങളുടെ മേൽ അവകാശവാദങ്ങൾ ഉന്നയിച്ച് അവരുടെ ഭവനങ്ങൾ തച്ച് തകർക്കപ്പെടുന്നു, അവരുടെ കൃഷിയിടങ്ങൾ കൊള്ളയടിക്കപ്പെടുന്നു, അവരുടെ സാമ്പത്തിക മേഖലകൾ
ആക്രമിക്കപ്പെടുന്നു, കൊള്ളയടിക്കപ്പെടുന്നു. മറുവശത്ത് വിശ്വാസികളുടെ ആരാധനാലയങ്ങൾക്ക് മേൽ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. നമുക്ക് ഏവർക്കും പരിചയമുള്ളതുപോലെ ബാബരി മസ്ജിദിൽ നിന്ന് തുടങ്ങി ഷാഹി മസ്ജിദും ഗ്യാനുവാപ്പിയും ഷംസിയും കഴിഞ്ഞ് ഇന്ന് നാം ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്ന ഓരോ മസ്ജിദുകളിലേക്കും ഏറ്റവും അവസാനത്തെ വഖഫ് ഭേദഗതി ബില്ലിലൂടെ നമ്മുടെ ഓരോ മസ്ജിദുകളിലേക്കും ഓരോ മദാരിസുകളിലേക്കും നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളിലേക്കും നമ്മുടെ ഭൂമികളിലേക്കും സമ്പത്തിലേക്കും അവർ കൈകടത്തിക്കഴിഞ്ഞു, അവർ എത്തിക്കഴിഞ്ഞു. ഇതിനെല്ലാം പുറമെ വിശ്വാസികളുടെ ജീവനുമേൽ പോലും അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വളരെ പരസ്യമായി ആൾക്കൂട്ട കൊലകൾക്ക് ഇരയാക്കപ്പെടുന്ന വാർത്തകൾ ഒരുപാട് വർഷങ്ങളായി നാം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് ദേശീയ തലത്തിലാണെങ്കിൽ ആഗോളതലത്തിൽ പരിശോധിച്ചു നോക്കിയാൽ സയനിസ്റ്റ് ഭീകരർ അവർ താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരാളും പിടിച്ചുകെട്ടാനില്ലാത്ത വിധം സ്വതന്ത്രമായി അവർ വിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം കണ്ടതിൽ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ കിരാതമായ ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് വളരെ പരസ്യമായി അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. അതിന് തടയിടാനോ അവർക്ക് തടസ്സമായോ നമുക്ക് ഇന്ന് ഈ ലോകത്തൊരു സംവിധാനമോ ഒരു രാഷ്ട്രമോ ഭരണകൂടമോ സംഘത്തെയോ കാണാനാവുന്നില്ലെന്ന് മാത്രമല്ല, ആ അതിഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് അതിന് സഹകരണങ്ങൾ അരുളാൻ ലോകശക്തികൾ മത്സരിക്കുന്ന ദയനീയമായ കാഴ്ചകൾ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് നാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികൾ എന്ന നിലക്ക് പ്രതിസന്ധികളെ സംബന്ധിച്ച പരീക്ഷണങ്ങളെ സംബന്ധിച്ച ചില ആലോചനകൾ നമുക്ക് ആവശ്യമാണ്. വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ച, പ്രതിസന്ധികളെ സംബന്ധിച്ച, പ്രാരാബ്ദങ്ങളെ സംബന്ധിച്ച ചില പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ നാം കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്നാമതായി, മനുഷ്യരെന്ന നിലക്ക് നാം ഈ ലോകത്തേക്ക് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയും പരീക്ഷിക്കപ്പെടാനാണ് എന്ന് അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ലോകത്ത് അല്ലാഹു നമ്മെ സൃഷ്ടിച്ചിട്ടുള്ളത് പരീക്ഷിക്കാനാണ്. ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവൃത്തികൾ കാഴ്ചവെക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിച്ചറിയാനാണ് മനുഷ്യനെ അല്ലാഹു ഈ ഭൂലോകത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. അതിനു പുറമെ വിശ്വാസികൾ എന്ന നിലക്ക്, മുഅ്മിനീങ്ങൾ എന്ന നിലക്ക് ചില പ്രത്യേകമായ പരീക്ഷണങ്ങൾക്ക് കൂടി നാം വിധേയരാകും എന്ന മുന്നറിയിപ്പ് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നാം ഓരോരുത്തരെയും ഉണർത്തുന്നുണ്ട്. വിശ്വാസികൾ എന്ന നിലക്ക് നാം പല പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് മാത്രമല്ല, ആ പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും പിന്നിലുള്ള ലക്ഷ്യങ്ങളെ സംബന്ധിച്ചു പോലും കാരണങ്ങളെ സംബന്ധിച്ചു പോലും വിശുദ്ധ ഖുർആൻ സവിസ്തരം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون. അല്ലാഹു ചോദിക്കുകയാണ് സൂറത്തുൽ അൻകബൂത്തിലൂടെ, അഹസിബ الناس, മനുഷ്യർ കരുതിയിരിക്കുകയാണോ, അൻ യുത്രകു അൻ യഖൂലു ആമന്ന, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നാവ് കൊണ്ട് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം, വീമ്പ് പറഞ്ഞത് കൊണ്ട് മാത്രം അവരങ്ങ് വിട്ടുകളയും എന്നവർ വിചാരിക്കുകയാണോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ, പരീക്ഷണങ്ങൾക്ക് വിധേയപ്പെടാതെ അവരെ അല്ലാഹു ആ രൂപത്തിൽ കയറൂറി വിട്ടിരിക്കുകയാണ് എന്നാണോ മനുഷ്യർ കരുതിയിരിക്കുന്നത്? ഒരിക്കലുമല്ല. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അല്ലാഹു ചോദിക്കുകയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ടല്ലോ. വളരെ ശ്രദ്ധേയമായ ചിന്താർഹമായ ഒരു പ്രയോഗമാണത്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, അവർക്ക് മുമ്പ് കഴിഞ്ഞുപോയ ആളുകളെ നാം പരീക്ഷിച്ചിട്ടുണ്ടല്ലോ, ഫിത്നകൾക്ക് വിധേയമാക്കിയിട്ടുണ്ടല്ലോ. എന്താണ് ആ പറഞ്ഞതിന്റെ അർത്ഥം? കഴിഞ്ഞുപോലെ ആളുകളുടെയും സമൂഹങ്ങളുടെയും പ്രവാചകന്മാരുടെയും കഥനകഥകളും അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളും അവരുടെ വേദനകളും നാം വാതോരാതെ അയവിറക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അതേക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, കേട്ട് രസിക്കുന്നുണ്ട്. അതൊക്കെയും അവർക്ക് മാത്രം ബാധകമായ ചില കാര്യങ്ങളാണ്. വിശ്വാസം തെളിയിക്കാൻ അവർക്ക് മാത്രം ബാധകമായ ചില കാര്യങ്ങളാണ്. നമുക്ക് വിശ്വാസം തെളിയിക്കാൻ അങ്ങനെ ചില പരീക്ഷണങ്ങളുടെ ആവശ്യമില്ല, അങ്ങനെ പ്രതിസന്ധികളൊന്നും നമുക്ക് നേരിടേണ്ടി വരികയില്ല എന്ന മിഥ്യധാരണയിലാണോ നിങ്ങൾ കഴിയുന്നത് എന്ന ഖുർആൻ ആയത്ത് നമ്മോട് ചോദിക്കാണ്.
നിങ്ങളങ്ങനെ പരീക്ഷണങ്ങൾക്കൊന്നും വിധേയപ്പെടാതെ സ്വർഗത്തിൽ കടക്കാൻ എന്തോ പ്രിവിലേജ് ഉള്ള പ്രത്യേകതയുള്ള ആളുകളാണോ എന്ന് ആ ഖുർആനിന്റെ വരികൾക്കിടയിലൂടെ അള്ളാഹു നമ്മുടെ ആയത്തിന് വരികൾക്കിടയിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. മറ്റു സമൂഹങ്ങൾക്ക്, കഴിഞ്ഞുപോയ സമൂഹങ്ങൾക്ക് അവിടെ വിശ്വാസം തെളിയിക്കാൻ പല പ്രതിസന്ധികളും നേരിടേണ്ടി വന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം തെളിയിക്കാൻ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധികളോ പ്രാരാബ്ധങ്ങളോ നേരിടേണ്ടി വരികയില്ലെന്നാണോ നിങ്ങൾ കരുതി വെച്ചിരിക്കുന്നത്? അതാണ് വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം. എന്തിനാണ് അള്ളാഹു അങ്ങനെ പൂർവികരെ പരീക്ഷിച്ചത്, അല്ലെങ്കിൽ വിശ്വാസി സമൂഹത്തെ പരീക്ഷിക്കുന്നത്? ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ. അതിന് ഒന്നാമത്തെ കാരണം യഥാർത്ഥ സത്യവിശ്വാസികൾ ആരാണ്, നിഷ്കളങ്കരായ സത്യസന്ധരായ ആളുകൾ ആരാണ് തിരിച്ചറിയാനാണ്. വാക്കുകൊണ്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് മാത്രമായില്ല, അതിനോട് കൂറുള്ള സത്യസന്ധതയുള്ള ആളുകൾ ആരാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ, അതാണ് ഒന്നാമത്തെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പരീക്ഷണങ്ങളുടെ ഒന്നാമത്തെ ലക്ഷ്യമായി വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി തരുന്നത്. ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ, സത്യസന്ധരാരാണെന്ന് തിരിച്ചറിയാനാണ്. വലയഅലമന്നൽ കാദിബീൻ, കളവ് പറയുന്ന വഞ്ചകരായ ആളുകൾ ആരാണെന്ന് തിരിച്ചറിയാനാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. വളരെ സ്വസ്ഥമായ സമയങ്ങളിൽ വളരെ സമാധാനപൂർവ്വം ജീവിച്ചിരിക്കുമ്പോൾ തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലാണ് തിരിച്ചറിയുക. പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോഴാണ് നമ്മുടെ വിശ്വാസം എത്രത്തോളം ശക്തമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അതാണ് ഫലയഅലമന്നല്ലാഹുല്ലദീന സദഖൂ. മറ്റൊരിടത്ത് ഫലയഅലമന്നല്ലാഹുല്ലദീന ആമനൂ, മുഅ്മിനീങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാനാണ് നാം പ്രതിസന്ധികളെ നിശ്ചയിച്ചിട്ടുള്ളത്, പരീക്ഷണങ്ങളെ ഈ ലോകത്ത് നിർബന്ധമാക്കിയിട്ടുള്ളത്, നിയമമാക്കിയിട്ടുള്ളത്. സൂറ ആല ഇമ്രാനിൽ കുറച്ചുകൂടി വ്യക്തമായി മറ്റു ചില ലക്ഷ്യങ്ങൾ കൂടി അള്ളാഹു പ്രതിസന്ധികളുടെയും പരീക്ഷണങ്ങളുടെയും ലക്ഷ്യങ്ങളായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. മാ കാന അല്ലാഹു ലിയസറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്. മുഅ്മിനീങ്ങളെയും വിശ്വാസികളെയും അങ്ങനെ അങ്ങ് ജീവിക്കാൻ വിടും എന്ന് ആരും കരുതേണ്ടതില്ല. മാ കാന അല്ലാഹു ലിയസറൽ മുഅ്മിനീന അലാ മാ അൻതും അലൈഹി. നിങ്ങൾ ഇപ്പൊ നിലവിലുള്ള ആ രൂപത്തിൽ ജീവിതകാലം മുഴുവൻ അങ്ങനെ ജീവിച്ചു തീർക്കാമെന്ന് നിങ്ങൾ കരുതേണ്ടതില്ല. ഹത്താ യമീസൽ ഖബീസ മിനത് ത്വയ്യിബ്, ദുഷിച്ചതിൽ നിന്ന് നല്ലതിനെ വേർതിരിക്കാത്ത കാലത്തോളം, കപടന്മാരെ യഥാർത്ഥ വിശ്വാസികളിൽ നിന്ന് വേർപെടുത്താതെ, മ്ലേച്ഛമായതിനെ പരിശുദ്ധമായതിൽ നിന്ന് വേർപെടുത്താതെ, തിന്മയെ നന്മയിൽ നിന്ന് വേർപെടുത്താതെ, സത്യവും അസത്യത്തിനും ഇടയിൽ കൃത്യമായ വേർതിരിവ് കൽപ്പിക്കപ്പെടാതെ അള്ളാഹു ഒരു സമൂഹത്തെയും വെറുതെ അങ്ങ് ജീവിക്കാൻ സമ്മതിക്കുകയില്ല എന്ന് അള്ളാഹു പറയാണ്. പ്രതിസന്ധികളുടെ മറ്റൊരു ലക്ഷ്യം എന്നുള്ളത് കപടവിശ്വാസികൾ ആരാണ്, യഥാർത്ഥ വിശ്വാസികൾ ആരാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കാനാണ്. പ്രതിസന്ധികൾ വരുമ്പോഴാണ് യഥാർത്ഥ കപടന്മാരുടെ മുഖം പുറത്തേക്ക് വരിക. യഥാർത്ഥ വിശ്വാസികൾ ആരാണെന്ന് മനസ്സിലാക്കുക, അത് പ്രതിസന്ധികൾ വരുമ്പോഴാണ്. മൂന്നാമത്തെ ലക്ഷ്യമായ ഖുർആൻ എണ്ണിയിട്ടുള്ളത് വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു, വിശ്വാസികളെ കൂടുതൽ ശക്തിപ്പെടുത്താനാണ്, അവരെ പരിശുദ്ധപ്പെടുത്താനാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരുമ്പോൾ, ഈ അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അത് അവരുടെ വിശ്വാസത്തെ കൂടുതൽ ദൃഢതയുള്ളതാക്കി മാറ്റുമെന്നാണ് ഖുർആൻ പറയുന്നത്. വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു വയംഹഖൽ കാഫിരീൻ. എന്നാൽ നിഷേധികളെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം ഹൃദയത്തിൽ യഥാർത്ഥ രൂപത്തിൽ ഹൃദയത്തിലേക്ക് വിശ്വാസം കടന്നിട്ടില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം വയംഹഖൽ കാഫിരീൻ, അവരെ തളർത്തിക്കളയാനുള്ളതാണ് പ്രതിസന്ധികൾ, അവരെ നശിപ്പിച്ചു കളയാനുള്ളതാണ് പരീക്ഷണങ്ങൾ. എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പരീക്ഷണങ്ങൾ തളർന്നു പോവുകയല്ല, അവർ കൂടുതൽ കരുത്തുള്ളവരായിട്ട് മാറുകയാണ് ചെയ്യുക. വലിയുമഹ്ഹിസല്ലാഹുല്ലദീന ആമനു. ഫിത്ന എന്ന പദമാണ് അതികഠിനമായ പ്രയാസങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും ഖുർആൻ ഉപയോഗിച്ച പദം. ഫിത്ന എന്ന പദം അറബികൾക്ക് മുമ്പേ പരിചയമുള്ള ഒരു പദമാണ്. അത് യഥാർത്ഥത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് സ്വർണത്തെ സംസ്കരിക്കുന്ന പ്രക്രിയക്ക് വേണ്ടിയായിരുന്നു. നമുക്കറിയാം, സ്വർണം സംസ്കരിക്കപ്പെടുന്നത് അതികഠിനമായ ചൂടുള്ള ഒരു അവസ്ഥയിലാണ് സ്വർണം ഏറ്റവും പരിശുദ്ധമായിട്ട് മാറുക. ആ രൂപത്തിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ പ്രതിസന്ധികളിലൂടെയും വേദനകളിലൂടെയും അവരെ കൂടുതൽ പരിശുദ്ധരാക്കി മാറ്റുകയാണ് അള്ളാഹു ചെയ്യുന്നത്. ഇരുമ്പുകൾ അല്ലെങ്കിൽ ലോഹം അതിശക്തമാകുന്നത് പോലെ വിശ്വാസി സമൂഹം ഇത്തരം പരീക്ഷണങ്ങളിലൂടെയും ഫിത്നകളിലൂടെയും അതികരുത്തുറ്റ ദൃഢതയുള്ള ഏറ്റവും ഉറപ്പുള്ള വിശ്വാസികളായിട്ട് അവർ മാറും, കരുത്തുള്ളവരായിട്ട് മാറും, കരുത്തുറ്റവരായിട്ട് അവർ മാറും. അതിനുവേണ്ടിയാണ് അള്ളാഹു പരീക്ഷണങ്ങളെ ഈ ലോകത്ത് നിശ്ചയിച്ചു തന്നിട്ടുള്ളത് എന്ന് കൃത്യമായിട്ട് അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ പറഞ്ഞു തരാണ്. വലഖദ് ഫതന്നാക ഫുതുന. മൂസ നബിയുമായി പടച്ചവൻ സംഭാഷണത്തിൽ ഏർപ്പെട്ടിരിക്കെ മൂസ നബിയോട് അള്ളാഹു പറഞ്ഞൊരു വർത്തമാനമാണത്. വലഖദ് ഫതന്നാക ഫുതുന, ഹേ മൂസ, നിന്നെ വിവിധ ഫിത്നകൾക്ക് നാം വിധേയമാക്കി.
ഇത് അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിന്റെ ആദ്യഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുന്നേ തന്നെ വിവിധ രൂപത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ മൂസ നബി കടന്നുപോവുകയുണ്ടായി. അതെന്തിനായിരുന്നു? വസ്തനഅ്തുക ലിനഫ്സി, ഈ പ്രവാചകത്വത്തിന് വേണ്ടി നിന്നെ ശരിപ്പെടുത്താനായിരുന്നു. വലിയ വലിയ പ്രതിസന്ധികളും പ്രാരാബ്ദങ്ങളും നേരിടാൻ നിന്നെ കരുത്തുറ്റവരാക്കി മാറ്റാനായിരുന്നു അള്ളാഹു യഥാർത്ഥത്തിൽ പ്രവാചകത്വത്തിന് മുന്നേ തന്നെ മൂസ നബിയെ വിവിധ ഫിത്നകളിലൂടെ പരീക്ഷണങ്ങളിലൂടെയും കടത്തിക്കൊണ്ടുപോയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലും സമാനമായ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വിശ്വാസികളെ ആ രൂപത്തിൽ കരുത്തുറ്റ, ഏത് പ്രതിസന്ധികളെയും ഏത് അക്രമകാരികളെയും നേരിടാൻ കെൽപ്പുള്ളവരാക്കി മാറ്റാനാണ് അള്ളാഹു പരീക്ഷണങ്ങളിലൂടെ കടത്തിക്കൊണ്ടു. അതൊരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ ആ രൂപത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, സൂറ മുഹമ്മദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ മറ്റൊരു ലക്ഷ്യം കൂടി നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ കഠിനാധ്വാനം ചെയ്യാൻ സന്നദ്ധതയുള്ള ആളുകൾ ആരാണ് എന്ന് തിരിച്ചറിയാനാണ് ഈ പരീക്ഷണങ്ങൾ അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് നൽകുന്നത്. വലനബ്ലുവന്നകും, നിങ്ങളെ നാം പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും, നിങ്ങളിൽ നിന്ന് ജിഹാദിന് തയ്യാറുള്ള, നിങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ള, നിങ്ങളിൽ നിന്ന് ത്യാഗം അനുഷ്ഠിക്കാൻ തയ്യാറുള്ള, അനുഭവിക്കാൻ തയ്യാറുള്ള, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിക്കാൻ തയ്യാറുള്ളവരാരാണ് എന്ന് തിരിച്ചറിയുന്നിടത്തോളം നാം നിങ്ങളെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹു പറയാണ്. അം ഹസിബ്തും അം തദ്ഖുലുൽ ജന്ന വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും അം ഹസിബ്തും അൻ തുത്രകൂ വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും. പല സന്ദർഭങ്ങളിലെ അള്ളാഹു ഉണർത്താണ്. നിങ്ങൾ അങ്ങനെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹുൽ ലദീന ജാഹദൂ മിൻകും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം അനുഭവിക്കാൻ സന്നദ്ധരായവരാരാണ് എന്ന് അറിയാതെ ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നിങ്ങൾ വിധേയപ്പെടാതെ വെറുതെ അങ്ങ് നിങ്ങൾക്ക് ജീവിക്കാമെന്നും വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കണം. അതുകൊണ്ട് നാം ഇത്തരം പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും തളരേണ്ടവരല്ല, മറിച്ച് നാം കൂടുതൽ വളരുകയും നമ്മെ തന്നെ പുഷ്ടിപ്പെടുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏത് പ്രതിബന്ധങ്ങളെയും നേരിടാൻ തയ്യാറുള്ളവരായിട്ട് നാം നമ്മെ തന്നെ മാറ്റേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ പ്രത്യേകിച്ച് പരീക്ഷണ ഘട്ടങ്ങളിലാണ് അള്ളാഹുവിൽ നമുക്കുള്ള വിശ്വാസവും ദീനിനോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും ആത്മാർത്ഥതയൊക്കെയും ആദർശത്തോടുള്ള നമ്മുടെ കൂറൊക്കെ നമ്മൾ തെളിയിക്കേണ്ടത്. പരീക്ഷണമില്ലാത്ത ഘട്ടങ്ങളിൽ ആർക്കും, ഏത് കപടവിശ്വാസിക്കും ഞാൻ മുസ്ലിമാണ്, മുഅ്മിനാണെന്ന് പ്രഖ്യാപിക്കാൻ കഴിയും. എന്നാൽ ഈ പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ ആദർശത്തോടുള്ള കൂറ് നമുക്ക് തെളിയിക്കാൻ കഴിയണം, അത് നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയണം, അതിനുള്ള ആത്മാർത്ഥത നമുക്ക് തെളിയിക്കാൻ കഴിയേണ്ടതുണ്ട്. അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. വളരെ കൃത്യമായിട്ട് ഖുർആൻ ചോദിക്കാണ്, നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കടക്കാം? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുന്നേ കഴിഞ്ഞുപോയ ആളുകൾക്ക് വന്നതുപോലുള്ള ആ ഫിത്നകളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരാതെ അവര് കടന്ന ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്കും കടന്നു കയറാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അവരെ ബാധിച്ചത് എന്തൊക്കെയായിരുന്നു? മസ്സത്ഹുമുൽ ബഅ്സാഉ വദ്ദറാ, അവർക്ക് യുദ്ധക്കെടുതികൾ അവരനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിവിധ രൂപത്തിലുള്ള പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വിവിധ രൂപത്തിലുള്ള വേദനകൾ അവർ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. വസുൽസിലു, അവർ കിടകിട വിറപ്പിക്കപ്പെട്ടു. ഹത്ത, എത്രത്തോളം എന്നാൽ ഖൂലർ റസൂലു വല്ലദീന ആമനൂ മഅഹു മതാ നസ്റുല്ലാഹ്, അവരുള്ള വിശ്വാസികളും ആ വിശ്വാസികളുടെ നേതാവായിരുന്ന പ്രവാചകരും ചോദിച്ചു പോകുമാറ് മതാ നസ്റുല്ലാഹ്, ഇനിയും എപ്പോഴാണ് അള്ളാഹുവിന്റെ സഹായം വരിക എന്ന് അവർ ചോദിച്ചു പോകുമാറ് അതികഠിനമായ പ്രയാസങ്ങൾക്ക് അവർ വിധേയരായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാത്രം അതിന് ഇളവ് ലഭിക്കുമെന്ന് നിങ്ങൾ എങ്ങനെ കരുതുകയാണ്? അം ഹസിബ്തും അൻ തദ്ഖുലുൽ ജന്ന, കാരണം അവരൊക്കെയും കടന്നു കയറി ആ സ്വർഗത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണുള്ളത്? ആ രൂപത്തിലുള്ള പ്രയാസങ്ങളോ ആ രൂപത്തിലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രയാസങ്ങളൊന്നും നേരിടാതെ അള്ളാഹുവിന്റെ മാർഗത്തിലൊന്നും ത്യജിക്കേണ്ടി വരാതെ വെറുതെ അങ്ങ് സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതൊന്നല്ല. എത്ര ഇടങ്ങളിലാണ് അള്ളാഹു ഈ രൂപത്തിൽ നമ്മോട് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പൂർവികരിലേക്ക് നോക്കണമെന്നില്ല, നമ്മുടെ ചുറ്റുപാടൊന്ന് നോക്കിയാൽ മതി. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ, വിശ്വാസി സമൂഹത്തിൽ ഉൾപ്പെട്ടു എന്ന ഒരൊറ്റ ന്യായത്തിന്റെ പേരിൽ അതികഠിനമായ പീഡനമുറകൾ അനുഭവിക്കേണ്ടി വരുന്ന മനുഷ്യർ, ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്നും നമ്മുടെ ചുറ്റും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ആലോചിക്കുന്നത് എന്താണ്? അതൊക്കെയും ചില പ്രത്യേകക്കാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അതും നമുക്ക് ബാധകമല്ല.
ഏറ്റവും ചുരുങ്ങിയത് ആ പരീക്ഷണം അനുഭവിക്കുന്ന ആളുകളോട് മനസ്സുകൊണ്ടെങ്കിലും ഐക്യദാർഢ്യപ്പെടാൻ, അവർക്ക് വേണ്ടി വേദനിക്കാൻ, അവരോടൊപ്പം നിൽക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അത് ഫിലിസ്തീനിലാകട്ടെ, റോഹിംഗ്യയിലാകട്ടെ, ഗുജറാത്തിലാകട്ടെ, UP-യിലാകട്ടെ, എവിടെ ആകട്ടെ. നാം എന്താണ് കരുതുന്നത്? അതൊക്കെ പ്രത്യേകമായ ചില ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ അതൊന്നും ബാധിക്കുകയില്ല. അതൊന്നും നമ്മെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല എന്ന രൂപത്തിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്ത് വംശഹത്യ വീണ്ടും ചർച്ചയാക്കപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നാം ഓരോരുത്തരും ഇരിക്കുന്നത്. നമുക്കറിയാം, ഇത്തരം വേദനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഏറ്റവും ഉദാത്തമായ, ഏറ്റവും നല്ലൊരു ഉദാഹരണങ്ങളാണ് യഥാർത്ഥത്തിൽ ഗുജറാത്ത് വംശഹത്യ എന്നുള്ളത്. അവർ ആ ഇരകൾ അനുഭവിക്കേണ്ടി വന്ന കിരാതമായ, മൃഗീയമായ അനുഭവങ്ങൾ എന്ന് നമുക്ക് കേൾക്കാൻ പോലും കഴിയാത്തതാണ്. അത് നമ്മൾ വീണ്ടും അയവിറക്കേണ്ടതുണ്ട്. അതേപറ്റി യാതൊരു ധാരണയും ഇല്ലാത്ത നമ്മുടെ പുതിയ തലമുറക്ക് അത് നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. ഒരു അണുമണി തൂക്കമെങ്കിലും മനസ്സിൽ മനുഷ്യത്വമുള്ള ഒരാൾക്ക് പോലും കേട്ടിരിക്കാൻ കഴിയാത്ത അനുഭവങ്ങളാണ് അതിനിരകളാകേണ്ടി വന്ന ബൽക്കീസ് ബാനിയെ പോലെയുള്ള ആളുകൾ നമ്മോട് പങ്കുവെക്കുന്നത്. നമ്മൊന്ന് ചിന്തിച്ചു നോക്കുക. വെറും 3 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ പിഞ്ചു കുഞ്ഞ്, തന്റെ മകൾ, 2 വയസ്സ് മാത്രം പ്രായമുള്ള തന്റെ സഹോദരിയുടെ പിഞ്ചോമന, ഒരു കൈക്കുഞ്ഞ്, 10-15 മൃഗതുല്യരായ ആളുകൾ ആ പിഞ്ചു കുഞ്ഞിനെ, ആ പിഞ്ചു മക്കളെ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് പാറയിൽ അടിച്ചു കൊല്ലുന്നത് കാണേണ്ടി വരുന്ന സ്ത്രീകളുടെ, ആ മാതാപിതാക്കളുടെ ആ വേദന നമ്മളൊന്ന് സങ്കല്പിച്ചു നോക്കുക. അത് നമ്മൾ ഊഹിച്ചു നോക്കുക. ഗ്യാസ് സിലിണ്ടറുകളിൽ കെട്ടിയും ആമാശയങ്ങളിലേക്ക് പെട്രോൾ നിറച്ചും സ്വന്തം മക്കളെ സ്ഫോടക വസ്തുക്കളായി ഉപയോഗിക്കുന്നത് കാണേണ്ടി വരുന്ന മാതാപിതാക്കളുടെ മാനസിക നിലയെപ്പറ്റി നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് നടന്നതാണല്ലോ. സ്ഫോടക വസ്തുക്കളായിട്ട് ഉപയോഗിക്കുകയാണ് സ്വന്തം പിഞ്ചു മക്കളെ കൺമുന്നിൽ വെച്ച്, തന്റെ സഹോദരങ്ങളുടെ മുന്നിൽ വെച്ച്, സ്വന്തം ഭർത്താക്കന്മാരുടെ മുന്നിൽ വെച്ച് മാനഭംഗത്തിനിരയാക്കപ്പെടുന്ന സഹോദരിമാരുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം പൂർണ്ണ ഗർഭിണിയായ തന്റെ സ്വന്തം ഭാര്യയുടെ ഗർഭാശയം ജീവനോടെ കീറി അതിൽ പൂർണ്ണ വളർച്ച പ്രാപിച്ച ആ ഗർഭസ്ഥ ശിശുവിനെ തൃശൂലത്തിൽ കുത്തി ഉയർത്തി പെട്രോൾ ഒഴിച്ച് ജീവനോടെ തന്റെ ആ ഭാര്യയെയും ആ പിഞ്ചോമനയെയും ജീവനോടെ കത്തിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു ഭർത്താവ് അനുഭവിക്കേണ്ടി വരുന്ന പരീക്ഷണത്തിന്റെ തീക്ഷ്ണത നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇതൊന്നും കെട്ടുകഥകളല്ലല്ലോ പ്രിയരെ, ഇതൊക്കെ കെട്ടുകഥകളല്ലല്ലോ. ഫിറോസ് എന്ന് പറയുന്ന ആ ഭർത്താവ് ഇന്നുണ്ട്. ഇത് അനുഭവിക്കേണ്ടി വന്നത് കൗസർ ബാനു എന്നൊരു സഹോദരി, ഒരു മനുഷ്യരാണ്, പച്ച മനുഷ്യരാണ്, മുസ്ലിമീങ്ങളാണ്. അവരൊക്കെ ചെയ്ത കുറ്റം എന്താണ്? വിശ്വാസികളായി എന്നൊരൊറ്റ കുറ്റത്തിന്റെ പേരിലാണ് അവരിതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് നമുക്ക് എന്ത് പ്രതിബദ്ധതയാണ്, അല്ലെങ്കിൽ എന്ത് ഐക്യദാർഢ്യമാണ് അവരോട് നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയിട്ടുണ്ടായത്? അവർക്ക് വേണ്ടി എന്താണ് നാം ചെയ്തത്? അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിടാൻ എന്ത് തയ്യാറെടുപ്പാണ് നാം സ്വയം ചെയ്തു വെച്ചിട്ടുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെയും ഇങ്ങനെ അയവിറക്കുന്നതും ഇതൊക്കെയും ഇങ്ങനെ ഇവിടെ പറയുന്നതും ഓർക്കുന്നതും ഒരിക്കലും നമ്മൾ നിരാശരാകാനല്ല, മറിച്ച് നാം കൂടുതൽ കരുത്തുള്ളവരായിട്ട് മാറാനാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, വതിൽകൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ഇതൊന്നും ഒരിക്കലും ശാശ്വതമായിട്ട് ഇങ്ങനെ നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. നുദാവിലുഹാ ബൈനന്നാസ്, ലോകമുണ്ടായ കാലം മുതൽക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ചില പ്രക്രിയകളാണിത്. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. ഇന്ന് അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, ഇന്ന് കീഴാരായിട്ടുള്ള ആളുകൾ, നാളെ അവർ ആധിപത്യം വരെയുള്ള ആളുകളായിട്ട് മാറും. നാളെ അവർ ഭരണാധികാരികളായിട്ട് മാറും. ഇന്ന് കസേരകളിൽ ഇരിക്കുന്ന ആളുകൾ നാളെ ചിലപ്പോൾ അടിച്ചമർത്തപ്പെടുന്ന ആളുകളായിട്ട് മാറും. തിൽക്കൽ അയ്യാമു നുദാവിലുഹാ ബൈനന്നാസ്. ഇതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്നും പ്രതീക്ഷയുള്ളവരായിട്ട് മാറേണ്ടതുണ്ട്. കാരണം ഇതൊന്നും പുതിയ കാര്യങ്ങളല്ല. ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ശക്തരായിരുന്ന ഫറോവമാരുടെയും നമ്രൂദുമാരുടെയും ഹാമാന്, ജാലൂത്ത്, അബൂലഹബുമാരുടെയൊക്കെയും പിന്മുറക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അതൊന്നും പുതിയ കാര്യങ്ങളല്ല. പണ്ടേ അവർ ചെയ്തു തുടങ്ങിയ, അവരുടെ പൂർവികന്മാർ ചെയ്ത അതേ കാര്യങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ് വജഅല അഹ്ലഹാ ശിയഅ യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും. ഫിറഔൻ പണ്ടേ ചെയ്തു വെച്ച കാര്യങ്ങളാണിത്. ആളുകളെ വിവിധ തട്ടുകളിലാക്കി തിരിച്ചു. യസ്തദ്ഇഫു ത്വായിഫതൻ മിൻഹും, അവരിൽ ഒരു വിഭാഗം എന്നും അടിച്ചമർത്തപ്പെടേണ്ടവരാണ് എന്ന് നിശ്ചയിച്ചു. ഒരു വിഭാഗം എന്നും പീഡിപ്പിക്കപ്പെടേണ്ടവരാണ് എന്ന് തീരുമാനിച്ചു. യുദബ്ബിഹു അബ്നാഅഹും, അവരുടെ മക്കൾ എന്നും അറുകൊല ചെയ്യപ്പെടേണ്ടവരാണ് എന്ന് തീരുമാനിച്ചു. വയസ്തഹി നിസാഅഹും, അവരുടെ സ്ത്രീകൾ എന്നും അവഹേളിക്കപ്പെടേണ്ടവരാണ് എന്ന് തീരുമാനിച്ചു. ഇത് പണ്ട് മുതലേ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിനൊരു മറുവശം കൂടി സൂറത്തുൽ ഖസസിൽ അള്ളാഹു അതിനോട് ചേർത്ത് വെച്ച് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരുന്നു ഫിറഔനെ ഈ രൂപത്തിൽ താണ്ഡവമാടാൻ അള്ളാഹു അനുവദിച്ചത്? അനിയന്ത്രിതമായ ആക്രമണമുറകൾ മുസ്ലിമീങ്ങൾക്കെതിരെ, അന്നത്തെ വിശ്വാസികൾക്കെതിരെ അഴിച്ചുവിടാൻ ഫിറഔനെ അള്ളാഹു അനുവദിച്ചത് എന്തുകൊണ്ടായിരുന്നു?
അത് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട് വനുരീദു അൻ നമുന്ന അലല്ലസീന സ്തുദഇഫു ഫിൽ അർദ്. അവിടെ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് അനുഗ്രഹം ചെയ്യാൻ അല്ലാഹു ഉദ്ദേശിച്ചു. അതുകൊണ്ടായിരുന്നു അത്. വനജഅലഹും അഇമ്മ, ആ ആളുകളെ നേതാക്കളാക്കി മാറ്റാൻ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. വനജഅലഹുമുൽ വാരിസീൻ, ആ അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെ ആ ഭൂപ്രദേശത്തിന്റെ ആ സാമ്രാജ്യത്തിന്റെ അധിപരാക്കി മാറ്റാൻ, ആ സാമ്രാജ്യത്തിന്റെ അനന്തരാവകാശികളാക്കി മാറ്റാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തീരുമാനത്തിലേക്ക് എത്താനുള്ള ചില പ്രക്രിയകളുടെ ഭാഗമായിട്ടാണ് അവർ ആ രൂപത്തിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നത്, വേദനകൾ അനുഭവിക്കേണ്ടി വന്നത്. വനുമക്കിന ലഹും ഫിൽ അർള്, ഈ ഭൂമിയിൽ അവർക്ക് വലിയ സ്വാധീനവും ആധിപത്യവും നൽകാൻ അള്ളാഹു തീരുമാനിച്ചു. വനുരിയ ഫിർഔന വഹാമാന വജുനൂദഹുമാ മിൻഹും മാ കാനൂ യഹ്ദറൂൻ, ഫിർഔനും ഹാമാനിനും അവരുടെ പട്ടാളക്കാർക്കും അവർ ഇവരിൽ നിന്ന് ഭയന്നത് എന്താണോ അത് അവരുടെ കൺമുന്നിൽ കാണിച്ചു കൊടുക്കാനും അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ തീരുമാനത്തിലേക്ക് എത്താൻ ചില പ്രതിസന്ധികളിലൂടെ ബനീ ഇസ്രായേൽ കടന്നു പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രതിസന്ധികൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അക്രമകാരികൾ എത്ര ശക്തമായ ആക്രമണമുറകളാണോ പുറത്തെടുക്കുന്നത് അതിനനുസരിച്ച് അവർ അവരുടെ അധപ്പതനത്തിലേക്ക്, അവരുടെ അവസാനത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രൂപത്തിലാണ് അള്ളാഹു ഈ ലോകത്ത് നശിപ്പിച്ച മുഴുവൻ അക്രമകാരികളെയും ചരിത്രം, വിശുദ്ധ ഖുർആൻ പറഞ്ഞ ചരിത്രം നമ്മൾ എടുത്തു നോക്കുക. എത്ര ശക്തമായ അക്രമകാരികളായിരുന്നെങ്കിലും അവരെയൊക്കെയും ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഇതാ വിജയിച്ചിരിക്കുന്നു, ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഈ ലോകത്ത് ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്നു, ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചതിന് ശേഷം മാത്രമേ അള്ളാഹു അവരെ ഈ ലോകത്ത് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ നമുക്ക് കാണാൻ കഴിയും. എത്ര ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു യസ്തഹ്സിഉ ബിഹിം വയമുത്തുഹും ഫീ തുഗ്യാനിഹിം യമഹൂൻ, അവരുടെ അക്രമങ്ങളിനെ വിഹരിക്കാൻ അല്ലാഹു അവരെ വിട്ടിരിക്കുകയാണ്, കയറൂരി വിട്ടിരിക്കുകയാണ്. അവർ കരുതേണ്ടതില്ല, അവരതിൽ സ്വതന്ത്രരാണ്. പക്ഷേ അല്ലാഹു യസ്തഹ്സിഉ ബിഹിം, അല്ലാഹു യഥാർത്ഥത്തിൽ അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കടിഞ്ഞാൺ അല്ലാഹുവിന്റെ കൈകളിലാണ്. വലാ യഹ്സബന്നല്ലദീന കഫറു അന്നമാ നുംലീ ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, നിഷേധികളായ അക്രമകാരികളായ കാഫിര്യങ്ങളായ ആളുകൾ കരുതേണ്ടതില്ല, അന്നമാ നുംലീ ലഹും ഖൈറുൽ ലിഅൻഫുസിഹിം, അല്ലാഹു അവർക്ക് ഇങ്ങനെ സാവകാശം നൽകിക്കൊണ്ടേയിരിക്കുന്നത് അവരുടെ വിജയമാണ്, അവർക്ക് നന്മയാണ് എന്ന് അവർ കരുതേണ്ടതില്ല. ഇന്നമാ നുംലീ ലഹും ലിയസ്ദാദു ഇസ്മ, മറിച്ച് അല്ലാഹു അവർക്ക് അങ്ങനെ സാവകാശം നൽകുന്നത് അവരെവിടെ വരെ പോകുമെന്നറിയാനാണ്. അവർ കൂടുതൽ യസ്ദാദു ഇസ്മ, കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനാണ്. കാരണം എങ്കിൽ മാത്രമേ ആ തോതിനനുസരിച്ച് അതികഠിനമായി അവരെ ശിക്ഷിക്കാൻ പറ്റുകയുള്ളൂ. യസ്ദാദു ഇസ്മ വലഹും അസാബു മുഹീൻ, അതിഹീനമായ ശിക്ഷയാണ് അവരുടെ മുന്നിൽ അവരെ കാത്തു നിൽക്കുന്നത്. ഫലമ്മാ നസൂ മാ ദുക്കിറൂ ബിഹി ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിനെ വിസ്മരിച്ചു കളഞ്ഞപ്പോ ആ സമൂഹത്തിന് മുന്നിൽ അള്ളാഹു യഥാർത്ഥത്തിൽ എല്ലാ അനുഗ്രഹങ്ങളുടെയും വാതിലുകൾ കൊട്ടിയടക്കുകയല്ലേ ചെയ്തത്. ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ, അനുഗ്രഹങ്ങളുടെ വാതിലുകൾ അവരുടെ മുന്നിൽ മലക്കെ തുറന്നു എന്നാണ് സൂറത്തുൽ അൻആമിൽ അള്ളാഹു വിവരിക്കുന്നത്. അനുഗ്രഹങ്ങളൊക്കെയും അവരുടെ മുന്നിൽ ഇങ്ങനെ തുറന്നു. അപ്പൊ അവര് കരുതി, ഇതാ ഞങ്ങളുടെ സമ്പത്ത് ഇങ്ങനെ കുമിഞ്ഞു കൂടുകയാണല്ലോ, ഞങ്ങളുടെ അധികാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഞങ്ങളുടെ സ്വാധീനം ലോകത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ അധികാര പരിധി കൂടുതൽ വിസ്തൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഹത്ത ഇദാ ഫരിഹു, അവരങ്ങനെ കരുതണം, അതിനുവേണ്ടിയാണ് അല്ലാഹു അങ്ങനെ ചെയ്തത്. ഹത്ത ഇദാ ഫരിഹു, അവരങ്ങനെ സന്തോഷിച്ചു, അഹങ്കരിച്ചു, ആർമാദിച്ചു. അങ്ങനെ അഹങ്കാരത്തിന്റെയും അവരുടെ ആ സന്തോഷത്തിന്റെയും ഉത്തുംകുതിയിലേക്ക് അവരെത്തി നിൽക്കുന്ന സമയം, ആ സമയം അഖദ്നാഹും ബഗ്ത, ഒരു പിടുത്തം നാം അവരെ പിടിച്ചു എന്നുള്ളത്. അഖദ്നാഹും ബഗ്ത, ആ രൂപത്തിൽ അവർ വിജയിക്കുകയാണ് എന്ന് അവരെ തോന്നിപ്പിച്ചതിന് ശേഷം മാത്രമേ ഈ ലോകത്തെല്ലാ സമൂഹങ്ങളെയും അക്രമകാരികളെയും അല്ലാഹു നശിപ്പിച്ചിട്ടുള്ളൂ. വഹും മുബ്ലിസൂൻ, എന്തിനാണത്? ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോഴാണ് അവർ കൂടുതൽ നിരാശരായിട്ട് മാറുക. കാരണം ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് കരുതിയെടുത്തെന്നാണ് അവർ അധപ്പതിച്ചിരിക്കുന്നത്, ഞങ്ങൾ എല്ലാം നേടിയെടുക്കുന്നു എന്ന് കരുതിയെടുത്തെന്നാണ് അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഫഇദാഹും മുബ്ലിസൂൻ, അപ്പോഴാണ് അവരുടെ ആ നിരാശയുടെ കയ്പ് കുറച്ചുകൂടി കയ്പുള്ളതായിട്ട് മാറുക. അതുകൊണ്ടാണ് അല്ലാഹു അവരോട് അങ്ങനെ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞു വെക്കാണ്. അല്ലാഹു റസൂലിനോട് പറയുന്നുണ്ട്, وإن يكذبوك فقد كذبت قبلهم قوم نوح وعاد وثمود وقوم إبراهيم وقوم لوط وأصحاب مدين وكذب موسى. പ്രവാചകരെ, താങ്കൾ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ, താങ്കളെ അവർ കളവാക്കുന്നുണ്ടെങ്കിൽ, താങ്കളോട് അവർ അനീതി ചെയ്യുന്നെങ്കിൽ താങ്കൾ മനസ്സിലാക്കേണ്ടത് ഇതേ രൂപത്തിൽ തന്നെയാണ് നൂഹ് നബിയുടെ സമുദായം അദ്ദേഹത്തോട് ചെയ്തത്, ഇതേ രൂപത്തിലാണ് ലൂത്ത് നബിയുടെ സമുദായം അദ്ദേഹത്തോട് ചെയ്തത്, ഇതേ രൂപത്തിലാണ് ആദും സമൂദും അവരുടെ പ്രവാചകന്മാരോടും വിശ്വാസികളോടും ചെയ്തത്, ഇതേ പ്രവൃത്തി തന്നെയാണ് മദ്യൻ നിവാസികൾ ചെയ്തത്, ഇതേ പ്രവൃത്തി തന്നെയാണ് മൂസ നബിയുടെ മറുപക്ഷത്തുണ്ടായിരുന്ന അവരുടെ ശത്രുക്കൾ അവരോട് ചെയ്തത്. പക്ഷേ അവരെ ഒന്നും അള്ളാഹു അപ്പൊ തന്നെ പിടികൂടുകയല്ല ചെയ്തത്. എന്നിട്ട് അള്ളാഹു പറയാണ്, അവർക്കൊക്കെ
അവർക്കൊക്കെയും നാം സാവകാശം നൽകുകയാണ് ചെയ്തത്. നിങ്ങൾ എത്ര വരെ പോകുമെന്ന് അറിയണമല്ലോ. ഫഅംലൈതു ലിൽ കാഫിരീൻ. പക്ഷെ കാലാകാലം അങ്ങനെ വിഹരിക്കാൻ അവരെ സമ്മതിച്ചിട്ടില്ല. സുമ്മ അഖസ്തുഹും. പിന്നീടൊരു പിടുത്തം നാം അവരെ പിടികൂടിയെന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ട് പറയാണ്. മറുഭാഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതേ സന്ദർഭത്തിൽ തന്നെ വിശ്വാസികളുടെ പരീക്ഷണത്തിന്റെ തീക്ഷ്ണത അധികരിക്കുന്നതനുസരിച്ച് അവരുടെ വിജയവും അടുത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എത്രമാത്രം കഠിനമായ പരീക്ഷണങ്ങളിലൂടെയാണ് വിശ്വാസ സമൂഹം പോകുന്നത്, അത്രമാത്രം അവരുടെ വിജയം അടുത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. അതിനും നിരവധി ഉദാഹരണങ്ങൾ അള്ളാഹു നമുക്ക് വിവരിച്ച് നൽകുന്നുണ്ട്. ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഉദാഹരണം തന്നെ എടുക്കാം. അവർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഫിറഔനിൽ നിന്ന് അള്ളാഹു അവരെ രക്ഷിച്ചു എന്നുള്ളതാണ്. ഫിറഔനിൽ നിന്ന് അള്ളാഹു രക്ഷിച്ചു എന്നതായിരുന്നു ബനൂ ഇസ്രായേലർക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ വിജയം. അത് അള്ളാഹു വീണ്ടും വീണ്ടും അവർ ഉണർത്തുന്നുണ്ട്. വൈദ് നജ്ജൈനാകും മിൻ ആലി ഫിറഔൻ വൈദ് അൻജൈനാകും മിൻ ആലി ഫിറഔൻ. പക്ഷേ എപ്പോഴാണ് ആ വിജയം അവർക്ക് നൽകിയത്? ഏറ്റവും അവസാന ശ്വാസം വരെയും അവരെ പരീക്ഷിച്ചതിന് ശേഷമാണ് ആ വിജയം അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ടായത്. ഫലമ്മാ തറാ അൽ ജമാൻ, എല്ലാം അവസാനിച്ചിരിക്കുന്നു എന്ന് അവരെ തോന്നിപ്പിച്ചതിന് ശേഷം, ബാഹ്യമായ ഭൗതികമായിട്ട് നോക്കുമ്പോൾ ഇനി രക്ഷപ്പെടാനുള്ള ഒരു മാർഗവുമില്ല എന്ന് തോന്നിപ്പിച്ചതിന് ശേഷമാണ് അള്ളാഹു അവർക്ക് വിജയം നൽകിയിട്ടുള്ളത്. ഫലമ്മാ തറാ അൽ ജമാൻ, പിന്നിൽ നിന്ന് ഫിറഔനും സംഘവും അവരെ പിടികൂടാൻ പോകുന്നു. മുന്നിലാകട്ടെ വലിയ സമുദ്രമാണ്. ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. മൂസ നബിയുടെ സമൂഹം പറഞ്ഞു, ഞങ്ങളിതാ പിടിക്കപ്പെടാണ്, എല്ലാം അവസാനിച്ചിരിക്കുന്നു, എല്ലാം കഴിഞ്ഞിരിക്കുന്നു, ഇനി ഒരു പോം വഴിയുമില്ല. ആ സമയത്ത് മൂസ നബി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ. എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിക്കും. മൂസ നബിയെ സംബന്ധിച്ചിടത്തോളം ആ സാക്ഷാൽ പ്രവാചകർ പോലും അള്ളാഹു എങ്ങനെയാണ് ഞങ്ങളെ ഇവിടുന്ന് ഇപ്പൊ രക്ഷപ്പെടുത്താൻ പോകുന്നത് എന്ന് മൂസ നബിക്ക് പോലും അറിയാമായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു മൂസ നബി. അതുകൊണ്ടാണ് ആ ഒരു പ്രഖ്യാപനം മൂസ നബിയുടെ നാവിൽ നിന്ന് വന്നത്. അതിനും ശേഷം ഏറ്റവും അവസാന നിമിഷത്തിലാണ് ആ പോംവഴി അള്ളാഹു അവർക്ക് വഹി നൽകിയത്. ഫൗഹൈനാ ഇലാ മൂസ അനദ്രിബ് ബിഅസാകൽ ബഹർ. അങ്ങനെ കടൽ പിളർത്തി അവരെ രക്ഷിച്ചത് ഏറ്റവും അവസാന നിമിഷത്തിലാണ്. അവരൊരിക്കലും സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു രക്ഷാമാർഗം അള്ളാഹു ഞങ്ങളുടെ മുന്നിൽ തുറന്നു തരും. ഇതൊരിക്കലും ബനൂ ഇസ്രായേലിൽ സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല, മൂസ നബി സങ്കല്പിച്ചിട്ടുണ്ടായിരുന്നില്ല. സമാനമായ ഒരു കാര്യം, ഒരു രംഗം വിശുദ്ധ ഖുർആൻ അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരിച്ചു നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മുഅ്മിനീങ്ങൾ നിങ്ങൾ ഓർക്കുക, ഇസ് ജാഉകും മിൻ ഫൗഖികും വമിൻ അസ്ഫലി മിൻകും വഇസാഗത്തിൽ അബ്സാർ. വിശ്വാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവർ ഓർക്കുമ്പോൾ തന്നെ അവർക്ക് രോമാഞ്ചം കൊള്ളുന്ന, അല്ലെങ്കിൽ ഒരിക്കലും അവർ അഭിമുഖീകരിച്ച പ്രതിസന്ധികളിൽ വെച്ച് ഏറ്റവും ശക്തമായ പ്രതിസന്ധിയായിരുന്നു അഹ്സാബ് യുദ്ധഘട്ടത്തിൽ അവർ അനുഭവിച്ച പ്രതിസന്ധി. അവർ ഇന്നേ അവരെ കണ്ടിട്ടില്ലാത്ത സൈന്യം, അത്ര വലിയൊരു ഐക്യം, അറബികൾ മൊത്തം ഐക്യപ്പെട്ടുകൊണ്ട് അങ്ങേറ്റം ക്ഷാമം അനുഭവിക്കുന്ന പട്ടിണിയിലായിരുന്ന മദീന നിവാസികളെ വളഞ്ഞ സന്ദർഭം, അതാണല്ലോ അഹ്സാബ് യുദ്ധം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിശ്വാസികൾ പകച്ചുപോയ സന്ദർഭം, വലിയൊരു കിടങ്ങ് ഒഴിച്ച് സ്വയം ഉപരോധത്തിലായ സന്ദർഭം. ആ സാഹചര്യത്തിൽ വിശ്വാസികൾക്ക് അറിയുമായിരുന്നില്ല ഞങ്ങൾ എങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത്. അവസാന നിമിഷം വരെയും അള്ളാഹു അവരെ പരീക്ഷിച്ചു. എത്രത്തോളം എന്നാൽ പുറമേ നിന്ന് അവരെ വലയം ചെയ്തിരിക്കുന്ന ശത്രുക്കൾ പോരാഞ്ഞിട്ട് അവസാന നാളുകളിൽ അവിടെ അകത്തുണ്ടായിരുന്ന ബനൂ ഖുറൈദ എന്ന മദീനയിൽ തന്നെയുള്ള ചില ജൂതഗോത്രങ്ങൾ പുറമേയുള്ള ആളുകളുമായിട്ട് ടൈപ്പ് ആവാണ്. അങ്ങനെ വിശ്വാസികൾ എല്ലാ നിലക്കും ഒറ്റപ്പെടാണ്. അള്ളാഹു പറയാണ്, വഖഫല്ലാഹുൽ മുഅ്മിനീനൽ ഖിതാൽ. യഥാർത്ഥത്തിൽ എല്ലാം അവസാനിക്കുമെന്ന് കരുതിയ ആ യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ യുദ്ധം പോലും ആവശ്യമില്ലാത്ത രൂപത്തിൽ അള്ളാഹു അവരെ രക്ഷിക്കാണ്. വറദ്ദല്ലാഹുൽ ലദീന കഫറൂ ബിഗൈദിഹിം. ആ കാഫിറുകളെയും നിഷേധികളെയും മുഴുവൻ അള്ളാഹു തിരിച്ചു പറഞ്ഞേക്കാണ്. അവർക്ക് വലിയ നഷ്ടങ്ങൾ വരുത്താണ്. സാമ്പത്തിക നഷ്ടം വന്നു. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അറബി ഗോത്രങ്ങൾക്കിടയിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസ്യത നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബനൂ ഖുറൈദക്കാരെ അവിടുന്ന് അള്ളാഹു പുറന്തള്ളി. ആ ബനൂ ഖുറൈദക്കാരുടെ വലിയ സമ്പത്ത് മുഴുവൻ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തു. വഅൗറസകും അർദഹും വദിയാറഹും വഅർദൻ ലം തതഉ. അവരുടെ തോട്ടങ്ങൾ, അവരുടെ കോട്ടകൾ, അവരുടെ സമ്പത്ത് മുഴുവൻ അള്ളാഹു മുഅ്മിനീങ്ങൾക്ക് നൽകി. അങ്ങനെ യുദ്ധം പോലും ഇല്ലാതെ മുഅ്മിനീങ്ങൾ അതിൽ വിജയിക്കുകയും വലിയ ഗനീമത്ത് സ്വത്ത് അവർക്ക് അള്ളാഹു നൽകുകയും ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രൂപത്തിലുള്ള വിജയമാണ് വിശ്വാസികൾക്ക് എന്നും നേടിയിട്ടുണ്ട്. അത് വിജയിക്കുന്നതിന് ഒരു നിമിഷം മുമ്പ് പോലും വിശ്വാസികൾക്ക് സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല എങ്ങനെയാണ് ഞങ്ങളുടെ വിജയം വരാൻ പോകുന്നത്. നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിനും സങ്കല്പിക്കാൻ പറ്റുമായിരുന്നില്ല എങ്ങനെയാണ് ഞങ്ങൾ നശിപ്പിക്കപ്പെടാൻ പോകുന്നത്. ആ രൂപത്തിൽ ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, ഈ പരീക്ഷണ സന്ദർഭങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ വിജയം അത് എന്നും ഹക്കിന്റെ കൂടെയാണ്. തീർച്ചയായും വിശ്വാസികൾക്കാണ് ആ വിജയം ഉണ്ടാവുക. പക്ഷേ ആ വാഗ്ദാനത്തിൽ അടിയുറച്ച് വിശ്വസിക്കാൻ നാം തയ്യാറാകണം. അതിനുവേണ്ടി നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, നാം ചെയ്യേണ്ട നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് നാം നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളെയും അനുകൂലമാക്കി മനസ്സിലാക്കി നമ്മുടെ ഈമാനിനെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും അള്ളാഹു നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകുന്ന കപടവിശ്വാസികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാക്കുമാറാകട്ടെ.
യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അവരുടെ അണിനിരയിൽ നാം ഇവരെയും ഉൾപ്പെടുത്തി അവൻ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നാം ഇവരും അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.